നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന രോഹിത്തും ഹരിശങ്കറും ഒക്കെ ജയിലിനുള്ളിലാണ്. ഈ സമയത്ത് രോഹിത്തിന് വല്ലാത്തൊരു നിർവികാരതയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴേക്കും നരന് ഹരിയോട് പറഞ്ഞു, എടാ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 30 ദിവസം നമ്മൾ ഇതിനകത്ത് കിടക്കണ്ടേന്ന് ചോദിച്ചു. അതിനുശേഷം നമുക്ക് ജാമ്യം കിട്ടുമായിരിക്കില്ലേ? അത് കേട്ടിപ്പോൾ ഹരി പറഞ്ഞു, അച്ഛനും ചെറിയച്ഛനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ജാമ്യത്തിന് വേണ്ടിയിട്ട്. എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. ആ സമയത്ത് രോഹിത്തൊന്നും മിണ്ടുന്നില്ല. രോഹിത്തൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയം ഹരി വെച്ചു, നീ എന്താണോ ഒന്നും പറയാത്തേന്ന് ചോദിച്ചു. രോഹിത്ത് പറഞ്ഞു, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടാന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന്. എന്നിട്ടിപ്പൊ എങ്ങനെയായി? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്താൽ ഞാൻ ശിക്ഷ അനുഭവിക്കുന്നതൊക്കെ പറഞ്ഞു. ഇത് കേട്ടിപ്പോ ഹരി വെച്ചു, നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ മദ്യവെച്ചെന്നുള്ള നേര് തന്നെയാ. പക്ഷേങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ ചെയ്ത പോലെ ഒന്നും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടോ തെറ്റ് ചെയ്യാതെയല്ലേ ഇപ്പൊ ഞാൻ ഇവിടെ കിടക്കണേ. ഇനി എങ്ങനെ പുറത്തിറങ്ങും? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹരി പറഞ്ഞു, എടാ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചോ? അവള് ഹോസ്പിറ്റലിലാവുന്നു, പോലീസ് കേസ് എടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, നീ എന്നോട് എന്താ പറഞ്ഞേ? അവളെ നീ മുമ്പ് പല സ്ഥലങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്, അവൾക്കൊരു പ്രശ്നമൊന്നും ഇല്ലാന്നല്ലേ നീ പറഞ്ഞേ. എന്നിട്ടോ? എടാ അത് പിന്നെ ഞാന് രോഹിത് ആകെപ്പാടെ തളർന്നുപോയി. രോഹിത്തിനാണെങ്കിൽ ഹരി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല സംഭവിച്ചേ. കാരണം ഹരി കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ രോഹിത്തിനും മനസ്സിലാവുകയും ചെയ്തു. രോഹിത് അങ്ങനെ തളർന്നിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ. കാരണം അവന് ഭയങ്കര സങ്കടമായി പോയി. ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവനെ വല്ലാതെ ഒരു കുറ്റബോധം പിടികൂടുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിയുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അന്നത്തെ ആ സംഭവങ്ങളൊക്കെ ഒരു തെറ്റും ചെയ്തിട്ട് പോലുമില്ല. അന്ന് അലീനയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചേ. രോഹിത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേങ്കിൽ അതുകൊണ്ട് അവൻ നിർത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് വേണമെങ്കിൽ അവന് നന്നാവാനായിട്ട് അവസരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അലീനയാണെങ്കിലും ബാലേന്ദ്രനാണെങ്കിലും നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത. പക്ഷെ അന്ന് അത് കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ആ ഒരു കുറ്റബോധം രോഹിത്തിനെ നന്നായിട്ട് വേട്ടയാടുന്നുണ്ട്. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത. ഇതേ സമയത്ത് ശരണ്യയുടെ അടുത്തേക്ക് ശരണ്യയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്തേലും കഴിക്കുക, ഞാൻ കഴിക്കാൻ എടുത്തുകൊണ്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ശരണ്യ പറഞ്ഞു, വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ടാന്ന് പറയാ. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? നീ ഈ കിടപ്പ് കിടന്നാൽ എങ്ങനെയാ ശരിയാവുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. നിന്റെ ജീവൻ എങ്ങനെ നിലനിർത്താൻ വേണ്ടി ഇത്തിരി ആഹാരം കഴിക്കാൻ പറഞ്ഞു. എന്തിനമ്മേ ജീവിക്കുന്നേ? എനിക്ക് ജീവിക്കണമെന്നില്ല, എനിക്ക് മരിച്ചാൽ മതി. അങ്ങനെ ഒരു കാര്യം മാത്രമേ ശരണ്യക്ക് പറയാനുള്ളൂ. ശരണ്യക്ക് അത്ര വേദനയായിരുന്നു. താൻ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്നവൻ ഇങ്ങനൊരു ചതിയെന്ന് പ്രതീക്ഷയില്ല. അവൻ മാത്രമാണേലും പ്രശ്നമില്ലായിരുന്നു. അവന്റെ കൂട്ടുകാരന്മാർക്ക് തന്നെ കാഴ്ചവെച്ചു. ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയല്ലോ ഇങ്ങനെയൊക്കെ പോകുന്നേ. ശരണ്യ പറഞ്ഞു, എന്റെ കയ്യിലാ തെറ്റ്, ഞാൻ അവനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നമ്മേ. അത് കേട്ടതും ശരണ്യയുടെ അമ്മ പറഞ്ഞു, പോട്ടെ മോളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പം മോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എങ്ങനെ സങ്കടപ്പെടാതിരിക്കുമേ? അമ്മയ്ക്കറിയാലോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? നാട്ടുകാരൊക്കെ എന്തൊക്കെയായിരിക്കും പറയണേ. അച്ഛനും അമ്മയ്ക്കും ഞാൻ കാരണം നാണക്കേടായല്ലേ? അതാ പറഞ്ഞേ എന്നെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കാൻ. അത് കേട്ടപ്പോൾ ശരണ്യെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, അതിനു വേണ്ടിയിട്ടാണോ മോളെ നിന്നെ ഞങ്ങൾ രക്ഷിച്ചെടുത്തേ? നീ ധൈര്യമായിട്ടിരിക്കുക. അവന്മാരെ വെറുതെ വിടാൻ പോകുന്നില്ല, ഒന്നിനെയും വെറുതെ വിടത്തില്ല. എന്റെ മോളെ ഇതിങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയം ശരണ്യ പറഞ്ഞു, വേണ്ടമ്മേ ഇനി ഒന്നിനും പോകണ്ട, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, എന്തിനാ പോണേ? സാരമില്ല മോളെ, അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക. മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. ഒന്നുമില്ലല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് ശരണ്യയുടെ ആങ്ങളൊക്കെയാണ് നല്ല ദേഷ്യവും സങ്കടമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ അങ്ങോട്ടേക്ക് വന്നു. ശരണ്യനെ ഒന്ന് നോക്കുകയാണ്. അവന്റെ ഉള്ളിൽ ഒരു കടലിരുമ്പുന്ന പോലുള്ള ദേഷ്യവും സങ്കടം ഉണ്ടായിരുന്നു. തന്റെ പെങ്ങളോട് ഈ ചതി ചെയ്തവൻ വരെ കൈ കിട്ടുവാണെങ്കിൽ തീർത്ത് കളയുന്ന ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. സഹോദരിയല്ലേ, സഹോദരിക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ട്, സഹിക്കാൻ പറ്റുമോ? അതും കൂട്ട ബലാത്സംഗത്തിന് ഇരയായിരിക്കുവാണ്. അപ്പൊ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവന്. ആ സമയത്ത് ശിവശങ്കരനും രാജീവനും ഒക്കെ ഇങ്ങനെ ആലോചിക്കും, ഇനി എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ റിമാൻഡ്, 30 ദിവസം കഴിയുമ്പോൾ റിമാൻഡ് കാലാവധി കഴിയും. അപ്പോഴേക്കും എങ്ങനെയും ജാമ്യത്തിൽ ഇറക്കണമല്ലോ. അപ്പോഴേക്കും കമല വന്നിട്ട് പറഞ്ഞു, ശിവേട്ട ഇതിനുള്ളിൽ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ലേ? എൻ്റെ മോൻ ജയിലിൽ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വന്നു. ഇനി എങ്ങനെയും ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നോക്കണം. ഇപ്പൊ സങ്കടപ്പെട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല.
ഇതൊക്കെ മുമ്പ് നീയൊക്കെ ചിന്തിക്കണമായിരുന്നു പറഞ്ഞു. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യാനാ? നീ എന്ത് തെറ്റ് ചെയ്യാനാന്നോ? അല്ല, നീ എന്ത് ചെയ്യാനാന്നോ? അല്ല, നീയും കൂടി സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ അവനിങ്ങനെ വഴി പഴിച്ചു പോയത്. ആ അലീനയുടെ കാര്യത്തിൽ അന്ന് ഹരിയെ മനുഷ്യങ്കർ എടുത്തിട്ട് അടിച്ചാന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ടോ നീ അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നല്ലേ? അത് പിന്നെ ശിവേട്ട, നമ്മുടെ മോൻ മിണ്ടരുത്. നീ ഇങ്ങനെ പൊത്തി വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ഇങ്ങനെയായി. രാജീവൻ പറഞ്ഞു, ഇനിയിപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ശിവേട്ട? എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്കണം രാജീവ്. പക്ഷെ എങ്ങനെ? ജാമ്യം പോലും കിട്ടത്തില്ല, അറിയാലോ. ഒടുവിൽ പോക്സോ കേസായിട്ടുണ്ട്, തീർന്നു. ഇനി ആ പെങ്കൊച്ചിന്റെ മൊഴി പോലെ ഇരിക്കും കാര്യങ്ങൾ. അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ? അവളുടെ അച്ഛനെയും അമ്മയൊന്നും പോയി കണ്ടാലോ? അങ്ങനെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? ഒരു പക്ഷേങ്കില് ആ പെങ്കൊച്ച് മൊഴി കൊടുക്കുന്ന പോലെ ഇരിക്കില്ലേ കാര്യങ്ങൾ? അവള് തിരുത്തി പറഞ്ഞാലോ? നല്ല കഥയായി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ കുറച്ച് പണം ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമല പറഞ്ഞു, എത്ര രൂപ വേണേലും കൊടുക്കാന്ന് പറ, ഇതിനകത്തൊന്നും രക്ഷിച്ചെടുത്താൽ മാത്രം മതി. രാജീവൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു, അതുകൊണ്ടൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷെ അവർ പണം മേടിച്ചില്ലെങ്കിലോ? ഇപ്പം നമ്മുടെ പെങ്കുച്ചിന് എങ്ങനെ ഒരു ഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നേ? അല്ല, അത് പിന്നെ അവരത്ര വലിയ പൈസ ഉള്ളവരൊന്നും അല്ലെന്നാ തോന്നുന്നേ എന്ന് കമല പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നീ മിണ്ടരുത്. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം തീരും നീ വിചാരിച്ചോ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കാൻ നല്ലത്. നീ ആ പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ കോടതിയിലേക്കാണ് പറഞ്ഞായിരുന്നു. അവിടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നേ. തൊലി ഉരിഞ്ഞു പോയി. നിന്നെ എന്നെയൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. വളർത്ത് വിട്ടുകാരെ ആദ്യം പിടിച്ച് തല്ലിക്കൊല്ലണമെന്ന് ഓരോന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കണ്ട. എന്താണെങ്കിലും കുറച്ച് ദിവസം സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ വേറൊരു നല്ലൊരു വക്കീലിനെ കണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അതാ എൻ്റെ ആഗ്രഹം. പക്ഷെ അതെങ്ങനെ സാധിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. ഈ സമയം വൈജയന്തിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വൈജയന്തി ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവശങ്കരനെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുവാണ്. എന്തായി ശിവേട്ട കാര്യങ്ങൾ? ജയിലിൽ പോയോ? അവരെ കണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ശിവശങ്കർ പറഞ്ഞു, കണ്ടു. എന്നിട്ടോ? എന്ത് പറഞ്ഞു? എന്ത് പറയാനാ വൈജയ്? ജയിലിൽ വെച്ചിട്ട് അവരെന്ത് പറയാനാ? ഇനിയിപ്പം 30 ദിവസം അവന്മാർ അതിനകത്ത് കിടക്കുമെന്ന് പറഞ്ഞു. എന്നാലും അവർ ഉപദ്രവിക്കുകയോ ചെയ്യുമോ? അതൊന്നും പറയാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ കയറ്റിപ്പം തന്നെ ലോക്കപ്പ് ഇട്ട് നല്ല രീതി അവർക്കിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ജയിലിൽ ഒന്നും കിട്ടത്തില്ലായിരിക്കും. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അവിടെ വെച്ചിന് തല്ല് കിട്ടാൻ വഴിയില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ തെളിവെടുപ്പിനും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് കൊണ്ടുപോകുമല്ലോ. എങ്ങനെയെങ്കിലും ശിവേട്ട കുറച്ച് പണം കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുക. എത്ര പണം വേണേലും ഞാൻ തരാമെന്ന് പറഞ്ഞു. വൈജയ്, പണം കൊടുത്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എമ്പണ്ട ഞാൻ തീർത്തേനം. ഇനി ആ പെങ്കൊച്ചിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലിരിക്കും. നിനക്ക് അവിടെ കിടന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞാൽ മതി. ഇവിടെ കാര്യങ്ങൾ കൂടി നടക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അത് കേട്ടപ്പോൾ വൈജു പറഞ്ഞു, ഞാൻ ഈ കിടപ്പിൽ എന്ത് ചെയ്യാനാ? എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനാ. എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പം നീ ശരിക്കും അനുഭവിച്ചാനെന്ന് പറഞ്ഞു. കിടക്കുന്ന നിന്റെ ഭാഗ്യമൊന്നും നീ കൂട്ടിയാൽ മതി. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേസമയം മനുശങ്കർ കടപ്പാട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോൾ വാതിൽ തുറക്കുന്ന അലീനയാണ്. മനുശങ്കറിനെ കണ്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ആ ബാ മനുവേട്ട കയറി വരാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന ചോദിച്ചു, മനുവേട്ടൻ ജയിലിൽ എങ്ങനെ പോയായിരുന്നോ? അവരെ കണ്ടായിരുന്നെന്ന് ചോദിച്ചു. ഇല്ല, ഞാനങ്ങോട്ടേക്ക് പോയില്ല. കോടതിയിലേക്കും ജയിലിലേക്കും ഒന്നും ഞാൻ പോയില്ല. അല്ല, ഞാൻ പോയിട്ടും എന്ത് ചെയ്യാനായിട്ടാ? വെറുതെ അവിടെ പോയി നാണം കിട്ടി തിരിച്ചു വരാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ആൻറ്റിയെ കണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ? അമ്മ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. എന്ത് പറയാനായിട്ട്? ആൻറ്റി ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് നിന്നെയാണ്. നീ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. ആൻറ്റിയോട് എത്ര പറഞ്ഞാലും ആൻറ്റിയുടെ തലയിലേക്ക് കയറത്തില്ല. അത് മാത്രമല്ല, അങ്കിളിനെ ഡിവോഴ്സ് ചെയ്യാനിരിക്കുമെന്ന്. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്നൊക്കെ ആൻറ്റി പറയണേ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇനി എന്ത് ചെയ്യും മനുവേട്ട? എന്ത് ചെയ്യാനാ? വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോഴേക്കും കൃഷ്ണമോളും അങ്ങോട്ടേ വന്നു. കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോഴും അമ്മ അങ്ങനെ തന്നെയാ പറഞ്ഞേ. അമ്മയ്ക്ക് ഡിവോഴ്സ് വേണമെന്ന്, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറയണേ. അത് കേട്ടപ്പോൾ മനുശങ്കരോട് ശരിക്കും പറഞ്ഞാലുള്ള സത്യങ്ങളൊക്കെ ഇപ്പം അങ്ങ് തുറന്നു പറയുകയോ ചെയ്യേണ്ടത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിയുടെ അഹങ്കാരം തീരും. മോൻ ജയിലിലായി ഈ അവസ്ഥയെ കിടക്കുക. എന്നാലും അഹങ്കാരത്തിൻ്റെ ഒരു കുറവില്ല. അവിടെ നിന്ന് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നോർത്ത് അതേ സമയം ഞാൻ നിന്നില്ല, ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല അങ്കിളും ഭവിതയൊക്കെ എന്ത് ചെയ്യേ? ഭവിത ചേച്ചി മുറിയിലുണ്ട്, പിന്നെ അച്ഛനും മുറിയിലുണ്ട്. അല്ല ഭവിതേ, നീയൊന്നും സ്കൂളിലും കോളേജിലും ഒന്നും പോകുന്നില്ലെന്ന് ചോദിച്ചു. എങ്ങനെ പോവാനാ മനുവേട്ട? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? വല്ലാത്തൊരു ടെൻഷനിലാന്ന് പറഞ്ഞു.
ഈ സമയത്ത് അലീന പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഇതൊന്നും മറക്കും, അതിനുശേഷം പോകാൻ തുടങ്ങാമെന്ന് പറഞ്ഞു. പിന്നീട് മനു ശങ്കർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എങ്ങനെയും അവർക്ക് ജാമ്യം എടുത്ത് അവരെ പുറത്തു കൊണ്ടുവരാൻ തോന്നേ, അച്ഛനും ചെറിയച്ഛനും ഒക്കെ അതിന് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയം അലീന പറഞ്ഞു അത് ശരിയാ, ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു, അച്ഛനാണെങ്കിൽ ഇവിടെ വല്ലാത്ത ടെൻഷനാ, എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണമോള് പറഞ്ഞു മനുവേട്ടനൊരു കാര്യം ചെയ്യണം, എങ്ങനെയെങ്കിലും അമ്മ ഇതിനകത്തുനിന്നൊന്ന് പിന്തിരിപ്പിക്കണം, ഈ ഡിവോഴ്സ് എന്നും പറഞ്ഞ് അമ്മ നടക്കുക, ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് വിളിച്ചു പറയുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു ചിലപ്പം നീയും ബബിതേ അവരൊക്കെ ആൻറ്റിയുടെ കൂടെ ചെല്ലുമെന്ന് ഓർത്തായിരിക്കും ആൻറ്റി ഇത്ര ഇത് കാണിക്കുന്നത്, അഹങ്കാരം കാണിക്കുന്നത്, അല്ലെങ്കിൽ രോഹിത്തും ബബിതയൊക്കെ ചെല്ലുമെന്ന് ഓർത്തായിരിക്കും, അവരാരും കൂടെ ഇല്ല, അവരാരും വീട് വിട്ടിറങ്ങില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൻറ്റി ഇങ്ങോട്ടേക്ക് തന്നെ വരുള്ളൂ, ഞാനൊരു കാര്യം ചെയ്യാം ബബിതയോടും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഒടുവിൽ ബബിതയുടെ അടുത്തേക്ക് പോവാണ് മനുശങ്കർ. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ബബിതയായിട്ട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ബബിത പറഞ്ഞു ഞാനിപ്പോൾ എന്ത് പറയാനായിട്ടാ, അമ്മ എങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഞാൻ എന്നാലും അമ്മയുടെ കൂടെ നിൽക്കത്തുള്ളൂ, അമ്മ പോകുന്നതോടൊപ്പം ഞാൻ പോകത്തുള്ളൂ, ഡിവോഴ്സ് ആണെങ്കിൽ ഞാൻ അമ്മയോട് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദേഷ്യം വന്നു മനുശങ്കർ പറഞ്ഞു നീ ഇതെന്തറിഞ്ഞിട്ടേ പറയണേ, അമ്മയുടെ കൂടെ പോണം പോലും, നിനക്ക് എന്തറിയാന്ന് ചോദിച്ചു, ഇപ്പോൾ ഒരുത്തൻ ജയിലിൽ കിടക്കുന്നില്ല രോഹിത്ത്, എന്ത് ചെയ്തിട്ടാന്ന് നിനക്കറിയാലോ, അതൊക്കെ നിന്റെ അമ്മയുടെ വളർത്തു ദോഷം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇത് കേട്ടപ്പം ബബിത പറഞ്ഞു അതിനിപ്പോൾ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ, കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ നിന്റെ അമ്മയെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, നിന്റെ അച്ഛൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും നീ കാണുന്നില്ലേ, ഓ അച്ഛനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്ന അലീന എന്ന് പറയുന്നവൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ, അവൾ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, ഇപ്പം അവളുടെ ഭരണമാണല്ലോ ഇവിടെ, അവൾ ഭരിക്കുന്നിടത്ത് എനിക്ക് നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു ദേ ബബിതേ നീ വെറുതെ ഓരോന്ന് പറയണ്ട, നിന്റെ അച്ഛനുള്ളതുകൊണ്ട് മാത്രം നീയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു മാത്രം കരുതിയാൽ മതി, നിന്റെ അച്ഛനായതുകൊണ്ട്, അല്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഉണ്ടല്ലോ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അപ്പോഴേക്കും കൃഷ്ണമോളും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയം മനുശങ്കർ പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും അമ്മയോട് ശക്തമായിട്ട് പറയണം, ഡിവോഴ്സിനൊന്നും പോകണ്ട, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മാത്രം അതും കൊണ്ട് ഗുണമുള്ളൂ, അല്ലാതെ നീ അമ്മയെ സപ്പോർട്ട് ചെയ്ത് അമ്മയുടെ കൂടെ പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ വൈജാൻറ്റി ഉറപ്പായിട്ടും വേറെ എങ്ങോട്ടെങ്കിലും പോകത്തുള്ളൂ, പിന്നെ ഡിവോഴ്സിന് ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബബിത പറഞ്ഞു എനിക്ക് എന്താണെങ്കിലും എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. കൃഷ്ണമോള് പറഞ്ഞു കണ്ടില്ല മനുവേട്ട, എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാ ബബിതേച്ച് പറയത്തുള്ളൂ, തലയിലേക്ക് എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞു. മനുശങ്കർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാനിവരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. കൃഷ്ണമോൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നീട് മനുശങ്കർ പറഞ്ഞു നിന്റെ അമ്മ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണെന്നാണോ നീ വിചാരിച്ചുകൊണ്ടിരിക്കണേ, ഇപ്പൊ രോഹിത് ജയിലിൽ കിടക്കണില്ലേ, എന്തിനു വേണ്ടാന്ന് നിനക്കറിയാലോ, നിന്റെ അമ്മ അത്ര നല്ലവളൊന്നുമല്ല, നിന്റെ അമ്മയും പല തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പ് നിന്റെ അമ്മയ്ക്കും പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ല ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പം നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ, ഇപ്പൊ രോഹിത് ഇപ്പോൾ ഓരോ കാര്യം ചെയ്ത് രോഹിത്തിന്റെ സ്വന്തം കാര്യം നോക്കിപ്പോയി, നിന്റെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിന്റെ മനസ്സിലും ആരെങ്കിലും ഉണ്ടോ, വഴിതെറ്റി പോയിട്ട് വല്ലതും ഉണ്ടോ, ഈ കുടുംബത്തിന് നാണൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബബിത ഒരു നിമിഷം ഞെട്ടലോട് മനുശങ്കരോട് നോക്കണം. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു ഉണ്ടെങ്കിൽ തുറന്നു പറയണം, കാരണം നിന്നെയൊന്നും എനിക്ക് അത്രയ്ക്ക് വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ല, നിന്റെ സ്വഭാവം വെച്ച് എനിക്കത് തോന്നില്ല, നീ ആൻറ്റിയുടെ അതേ ക്യാരക്ടർ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണേ, നിന്റെ അമ്മയുടെ സ്വഭാവം അത്ര ശരിയൊന്നും അല്ലായിരുന്നു, അതുപോലെ തന്നെയാണ് നീയും എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല, വല്ലാതെ ആയിപ്പോയി. ഇനിയിപ്പോൾ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ബബിതയുടെ മനസ്സിലുണ്ട്. പെട്ടെന്ന് ബബിത പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ല കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന്, നിന്റെ അമ്മയുടെ അതേ ഗതികേട് തന്നെ ആയിരിക്കും നിനക്കും ഉണ്ടാകാൻ പോകുന്നത്, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് മനുശങ്കർ ദേഷ്യത്തോടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.